ഗായ്സ്, ഞാൻ എന്താ പറയാൻ പോകുന്നത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തെക്കുറിച്ചാണ്. മലപ്പുറം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ അതായത് നിളാതീരം കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. നവയോഗികളിൽ 9ാമത്തെ ആളായ കരഭാജൻ യോഗി പ്രതിഷ്ഠ നടത്തിയതുകൊണ്ടാണ് ഭഗവാനെ ഇവിടെ നാവാമുകുന്ദൻ എന്ന പേര് ലഭിച്ചത്. ഐതിഹ്യവും ചരിത്രവും. നവയോഗികൾ ആദ്യത്തെ 8 സന്യാസിമാർ നടത്തിയ പ്രതിഷ്ഠകൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോവുകയും 9ാമത്തെ യോഗിയായ കരഭാജൻ താമരപ്പൂക്കളും പാൽപായസവും സമർപ്പിച്ച് നടത്തിയ പ്രതിഷ്ഠ നിലനിൽക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. മാമാങ്കം 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ചരിത്രപ്രസിദ്ധമായ മാമാങ്കോത്സവം നടന്നത് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു. ഇതിൻ്റെ സാക്ഷിയായ പഴുക്ക മണ്ഡപം ഇന്നും ഇവിടെ കാണാം. ബലിതർപ്പണം. പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിയിടാനും ശ്രാദ്ധ ചടങ്ങുകൾ നടത്താനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പുണ്യസ്ഥലം കൂടി ആണ് ഇത്. ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ: തിരുവുത്സവം, പ്രതിഷ്ഠാദിനം, നിറപുത്തരി, കർക്കിടകത്തിലെ അമാവാസി, ഏകാദശി, കുചേലദിനം, തിരുവോണവാരം, നവരാത്രി പൂജ. പ്രധാന വഴിപാടുകൾ: താമരയില, ധന്വന്തരി പൂജ, പാൽപായസം, നെയ്വിളക്ക്. ഉപദേവതകൾ: ആദിമൂല ഗണപതി, മഹാലക്ഷ്മി, അയ്യപ്പൻ. യാത്രാമാർഗങ്ങൾ: മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ നിന്നും തിരൂരിന് 8 കിലോമീറ്റർ തെക്കാണ് തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്. തെക്കുഭാഗത്തു നിന്നും, അതായത് എറണാകുളം, തൃശ്ശൂരിൽ നിന്നും വരുന്നവർ കുറ്റിപ്പുറത്ത് ഇറങ്ങി തൃശ്ശൂരിലേക്കുള്ള വഴിയിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താം. വടക്കുഭാഗത്തു നിന്നും NH തൃശ്ശൂർ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ പുത്തനത്താണിയിൽ നിന്നും ഇറങ്ങി 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താം. ട്രെയിൻ വഴിയാണെങ്കിൽ എറണാകുളം പാലക്കാട് ഭാഗത്തു നിന്നും വരുന്നവർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ മെമു പാസഞ്ചർ ട്രെയിനുകൾ ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നിർത്താറുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 മൈൽ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു 15 മിനിറ്റ് ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. തിരൂരാണ് അടുത്തുള്ള മറ്റൊരു പ്രധാന റെയിൽവേ സ്റ്റേഷൻ. സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവ തിരൂരിൽ നിർത്താറുണ്ട്. വിമാനത്താവളം വഴി ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇറങ്ങിയാൽ ഏകദേശം 43 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം വരുന്നത്. അടുത്ത വീഡിയോയുമായി കാത്തിരിക്കുക. അടുത്ത വീഡിയോ കർക്കിടവാവ് വരുന്ന ദിവസം, അതായത് ഓഗസ്റ്റ് 12 മരുത്തോർ വട്ടം, ചേർത്തല തന്നെ, അതായത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മരുത്തോർ വട്ടം ധന്വന്തരി ക്ഷേത്രം. കർക്കിടക മാസത്തിൽ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുമാത്രമല്ല, കർക്കിടവാവിൻ്റെ അന്ന് മുക്കുടി നിവേദ്യം, താളുകറി പോലത്തെ വഴിപാടും അല്ലെങ്കിൽ അതൊക്കെ പ്രസാദം ഭക്തർക്ക് കിട്ടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മരുത്തോർ വട്ടം ധന്വന്തരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ അടുത്തതിലായിരുന്നു വരുന്നത്. നന്ദി, നമസ്കാരം.